കൂടെ നിന്നവരുടെ ചതി എല്ലാം നഷ്ടമായി. വാടക കൊടുക്കാനും മൊബൈലും വാച്ചും വരെ വിറ്റു. ബഷീർ ബഷി. മലയാളികൾക്ക് സുപരിചിതരാണ് ബഷീർ ബഷിയും കുടുംബവും. ബിഗ് ബോസിലൂടെയാണ് ബഷീർ ബഷിയെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. രണ്ട് ഭാര്യമാർക്കൊപ്പം കുടുംബ ജീവിതം നയിക്കുന്ന ബഷീർ ആദ്യം പലർക്കും കൗതുകമായിരുന്നു. എന്നാൽ പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ടവരായി ഈ കുടുംബം മാറി. സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബഷീർ ബഷിയും ഭാര്യമാരായ സുഹാനയും മഷൂറയുമൊക്കെ. ബഷിയുടെ ഭാര്യമാരും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ബഷീർ ബഷിയും കുടുംബവും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായ പണവും പ്രശസ്തിയുമെല്ലാമുള്ള ബഷിയുടെ ജീവിതം പക്ഷേ എന്നും ഇങ്ങനെയായിരുന്നില്ല. ജീവിതത്തിൽ താന് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നുപോയ സമയമുണ്ടെന്നാണ് ബഷീർ ബഷി ഒരിക്കൽ പറഞ്ഞത്. സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ ചതിയെ തുടർന്ന് ബിസിനസ് തകർന്നുപോയതിനെക്കുറിച്ച് ഒരിക്കൽ ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിൽ ബഷീർ ബഷി മനസ്സ് തുറന്നിരുന്നു. ആ വാക്കുകൾ ഇപ്പോഴിതാ വീണ്ടും ചർച്ചയാവുകയാണ്. ബഷിയുടെ വാക്കുകളിലേക്ക്. ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആയി വന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ കുറച്ചു പേരുടെ ചതിയും മറ്റും കാരണം എനിക്ക് ഒന്നുമില്ലാതായി. 1-2 മാസം ഞാൻ ഡിപ്രഷനിലായിരുന്നു. സുനുമോള് കുഞ്ഞു കൊച്ചാണ്. വീട് വാടക കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്ന മൊബൈലും വാച്ചുമെല്ലാം വിറ്റു. വീടിന്റെ ഉള്ളിൽ തന്നെയിരുന്ന് കരഞ്ഞു കരഞ്ഞു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടും മനക്കട്ടിയുണ്ടാക്കി എല്ലാത്തതിനെയും മറികടന്നാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. പല ഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ട്. ജീവിതം എന്നാൽ നല്ലതും ചീത്തതുമെല്ലാം അനുഭവിക്കാനുള്ളതാണ്. ഈ ജീവിതത്തിൽ നല്ല സമയങ്ങളും കടന്നു പോകും, ചീത്ത സമയങ്ങളും കടന്നു പോകും. ചീത്ത സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജീവിതം തീർന്നുവെന്നും എനിക്ക് ഇനിയൊരു നല്ല ജീവിതം വരില്ല എന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവരും ഡിപ്രഷനിൽ ജീവിതം നശിച്ചു പോകുന്നവരുമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നല്ല സമയം വരും. അതിനായി കാത്തിരിക്കുക, അതിനായി മുന്നോട്ട് പോവുക. എന്റെ ജീവിതം മാറുന്നത് നിസ്സാരമായ 1.5 വർഷത്തിനുള്ളിലാണ്. പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും വാങ്ങാൻ പറ്റിയാൽ മതിയെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു സെന്റ് സ്ഥലമെങ്കിലും വാങ്ങണം, സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണം, അതൊക്കെ ഭയങ്കരമായി ആഗ്രഹിച്ച് വിഷമിച്ചിട്ടുണ്ട്. എവിടുന്ന് ലക്ഷങ്ങളും കോടികളും വേണം ഇന്ന് സ്ഥലം വാങ്ങാനും വീട് വെക്കാനുമൊക്കെ. മഷൂറയെ കല്യാണം കഴിച്ച സമയത്തും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഷോപ്പും റെന്റിനായിരുന്നു. കല്യാണം കഴിച്ച സമയത്ത് ഇവളുടെ വാപ്പയും ഉമ്മയുമൊക്കെ പറയുമായിരുന്നു നിനക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാന്. എനിക്ക് സ്വന്തമായൊരു വീട് വേണം. അതിനിപ്പോ മാജിക്കൊന്നും നടക്കില്ലല്ലോ എന്ന് ഞാൻ പറയും. അത് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോളാൻ അവരെ പറഞ്ഞു. മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഭയങ്കര അത്ഭുതം. 1 വർഷം തികയുന്നതിന് മുമ്പ് എല്ലാം മാറി. ഒന്നുമില്ല എന്ന് കരുതുന്നിടത്തും മനസ്സ് തളരരുത്. ജീവിതം മാറാൻ 1 മാസമോ 2 മാസമോ മതിയാകും. ഒറ്റടിക്കായിരിക്കും മാറുക. അന്ന് ഒരു സെന്റിന് വേണ്ടി അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എന്റെ പേരിൽ 3-4 പുരയിടമുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പുണ്ട്. തൊട്ടപ്പുറത്ത് പുതിയ വീട് കൂടെ വാങ്ങിയിട്ടുണ്ട്. ദൈവം അത്ര വലിയവനാണ്. നമ്മുടെ മനസ്സ് നന്നാക്കുക. നമ്മുടെ കുടുംബവും ജീവിതവും നോക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കാതിരിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും.